ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ നോക്കാം. ഒക്ടൽ ടു ബൈനറി എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ, ഈ ബൈനറി നമ്പറിനെ നമ്മൾ 3 ബിറ്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തേക്കണേ. അതെങ്ങനെ 3 ബിറ്റ് വന്നേ? ശരിക്കും നമ്മുടെ 3 ബിറ്റ് ബൈനറി നമ്പർ എന്ന് പറയുമ്പോൾ അതിന്റെ ബേസ് 2 ആണ്. ഇവിടെ 3 ബിറ്റ് ആയതുകൊണ്ട് 2⁻3. ഓക്കെ, ഈ 2⁻3 എന്ന് പറയുന്നത് എന്താ, ഈക്വൽ ടു 8 അല്ലേ? അപ്പൊ മൊത്തം ഇവിടെ ഒക്ടൽ നമ്പേഴ്സിന് 8 കോമ്പിനേഷൻസ് പോസിബിൾ ആയിട്ടുള്ളൂ. അതായത് 0 to 7 അല്ലേ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എടുക്കണേ. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ഒക്ടൽ ടു ബൈനറി കൺവേർട്ട് ചെയ്യുമ്പോൾ ബൈനറി നമ്പേഴ്സിന് 3 ബിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഇതിന് വെയിറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കും? ഇവിടെ ഫസ്റ്റ് ഇവിടെ 2⁻0, 2⁻1, 2⁻2. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂസ് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 2, 4. ഓക്കെ, 1, 2, 4 ഇതാണ് ഇതിന്റെ വെയിറ്റ്. നമുക്ക് നോക്കാം ഇതെങ്ങനെ എടുക്കണേ. 0 എന്ന് പറയുമ്പോൾ 0, 0, 0. 1 എന്ന് പറയുമ്പോൾ ഈ 1ന്റെ അവിടെ മാത്രം 1 എഴുതാം. 4ഉം 2ഉം 0 ആയിട്ട് എഴുതാം. ഓക്കെ, ഇനി 2 വരുമ്പോൾ 2ന്റെ അവിടെ മാത്രം 1 എഴുതാം. ബാക്കി 4ന്റെയും 1ന്റെ അവിടെ നമ്മൾ 0 എടുത്ത് എഴുതി. ഇനി 3 വരുമ്പോൾ 4 to 1 ആണല്ലോ വെയിറ്റ്. അപ്പൊ 2 + 1 ആണ് നമുക്ക് 3 വരണം. അപ്പൊ 2 + 1 3 വരുമ്പോൾ അവിടെ നമ്മൾ 1 എഴുതി. 2ന്റെ അവിടെ 1 എഴുതി, 1ന്റെ താഴെ 1 എഴുതി. അപ്പോൾ 3നെ നമ്മൾ എങ്ങനെയായിരിക്കും ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യാം? 0, 1, 1, 1, 1, 1. ഓക്കെ, ഇനി 4 എന്ന് പറയുന്നത് 4ന്റെ അവിടെ മാത്രം 1 എഴുതി, ബാക്കിയുള്ള രണ്ട് സ്ഥലത്തും 0 എഴുതി. ഇനി 5 എന്ന് പറയുമ്പോൾ 5 എന്ന് ഏതാ? 4 + 1 ആണ് 5 അല്ലെ? അപ്പൊ 4ന്റെ അവിടെ 1 എഴുതി, 2ന്റെ താഴെ 0 എഴുതി. കാരണം നമുക്ക് 2 വേണ്ട, 4 + 1 ആണല്ലോ 5. ഇനി 1ന്റെ അവിടെ 1 എഴുതി. ഇനി 6 എന്ന് പറയുമ്പോൾ 4 + 2 ആണ് 6. അപ്പൊ അങ്ങനെ വരുമ്പോൾ 4ന്റെയും 2ന്റെയും താഴെ 1 എഴുതി, 1 0. അതുപോലെ 7 എന്ന് പറയുമ്പോൾ എങ്ങനെയാ? 4 + 2 + 1 അല്ലെ? അപ്പോ എല്ലാം അവിടെ 1, 1, 1, 1, 1, 1 അങ്ങനെ എഴുതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും ഒക്ടൽ ടു ബൈനറി നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ 3 ബിറ്റ് ബൈനറി ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യാം. പിന്നെ ഇതിന് വെയിറ്റ് കൊടുക്കുമ്പോൾ 4 to 1 ആയിരിക്കും വെയിറ്റ്. അപ്പൊ അങ്ങനെ അല്ലാണ്ട് നമുക്ക് കാണാപ്പാടം ഇങ്ങനെ പഠിച്ചെഴുതേണ്ട ആവശ്യമില്ല. ഈ ഒക്ടൽ ടു ബൈനറി എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുക അതിന്റെ ആവശ്യമില്ല. ഈ 4 to 1 നമുക്ക് ആ കോഡ് നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ, അതായത് 7 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ഇങ്ങനെ ബൈനറി ആയിട്ട് എഴുതാൻ പറ്റും. ഇത് നമുക്ക് കൺവേർഷൻ നോക്കാം. 5, 6, 3 to the base 8 ഇതിനെ നമുക്ക് ബൈനറി ആക്കി എഴുതണം. ഓക്കെ, ബൈനറി ആക്കി എഴുതുമ്പോൾ 5, 6, 3. 5ന്റെ ബൈനറി എത്രയായിരുന്നു? ടേബിൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് 4 to 1 ആ ഒരു കോഡ് മനസ്സിലുണ്ടെങ്കിൽ 4 to 1 നമ്മുടെ കോഡ് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് നേരെ എഴുതാം. ടേബിളിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ കാണാപ്പാടം പഠിക്കൊന്നും വേണ്ട. അപ്പൊ 5ന്റെ ബൈനറി എത്രയായിരിക്കും? 1, 0, 1. 6ന്റെ ബൈനറി എത്രയായിരിക്കും? 4 + 2 ആണ് 6. അപ്പോ 1, 1, 0. ഇനി 3ന്റെ ബൈനറി എത്രയായിരിക്കും? 0, 1, 1. ഓക്കെ, ഇതാണ് നമ്മുടെ ബൈനറി. വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. 64.25 to the base 8 ഇതിനെ നമുക്ക് ബൈനറി ആക്കണം. ബൈനറി ആക്കുമ്പോൾ 6ന്റെ ബൈനറി എത്ര വരണേ? 1, 1, 0. 4ന്റെ ബൈനറി എത്ര വരണേ? 1, 0, 0. പോയിന്റ് 2ന്റെ ബൈനറി 0, 1, 0. 5ന്റെ ബൈനറി എത്രയായിരുന്നു? 1, 0, 1 to the base 8, base 2. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബൈനറി ടു ഒക്ടൽ നോക്കാം. 1, 0, 1, 1, 1.1100. ഇതിനെ നമുക്ക് ഒക്ടൽ ആക്കണം. നമ്മൾ പറഞ്ഞു ഒക്ടൽ നമ്പേഴ്സിനെ 3 ബിറ്റ് ബൈനറി ആയിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യാന്ന്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യണ്ടേ? 3 ബിറ്റ് നമ്മൾ മാറ്റി കൊടുക്കാം. ഈ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയിന്റിന്റെ റൈറ്റ് സൈഡിലോട്ടും നമ്മൾ 3 ബിറ്റുകൾ നമ്മൾ നീക്കി കൊടുക്കും. അതെങ്ങനെ നോക്കാം. ഇവിടെ 1, 1, 1 അതായത് ലെഫ്റ്റ് 1, 1, 1നെ നമ്മൾ ഗ്രൂപ്പ് ആക്കി. ഇവിടെ 0, 1 വരെയുള്ളൂ, നമുക്ക് 3 ബിറ്റ് ആക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു 0 ആഡ് ആക്കി കൊടുക്കാം. അപ്പൊ ഇതിനെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കി. ഇനി പോയിന്റിന്റെ റൈറ്റിലോട്ട് നമ്മൾ 1, 1, 0നെ ഒരു ഗ്രൂപ്പ് ആക്കി. ഇവിടെ ഒരു 0 ഉള്ളൂ, നമുക്ക് 3 ബിറ്റ് ആക്കണം. അപ്പൊ നമുക്ക് സീറോസ് എത്ര വേണമെങ്കിലും ആഡ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ 3 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 0 ഉണ്ടായിരുന്നുള്ളൂ, അത് കാരണം നമ്മൾ 2 0 കൂടി ആഡ് ആക്കി കൊടുത്തു. ഇതിനെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കി. ഇത് നോക്കിയേ, ഈ 1, 1, 1 എന്ന് പറയുന്നത് എന്തിന്റെ ബൈനറി ആയിരുന്നു? 7ന്റെ ബൈനറി ആയിരുന്നു.
ഈ 0 1 0 എന്ന് പറയുന്നത് എന്തിന്റെ ബൈനറി ആയിരുന്നു? 2വിന്റെ ബൈനറി ആയിരുന്നു. ഈ ടേബിൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ 4 2 1 ആ കോഡ് ആലോചിച്ചാൽ മതി. ഇവിടെ 2വിന്റെ അവിടെ മാത്രമല്ല 1 ഉള്ളൂ. അത് കാരണം നമ്മൾ 2 എടുത്ത് എഴുതി. ഇവിടെ 4 2 1 കോഡ് എഴുതുമ്പോൾ എവിടെയൊക്കെ 1 മൂന്ന് സ്ഥലത്തും 1 ഉണ്ട്. അപ്പൊ 4 + 2 + 1 അത് എത്ര? 7. അത് കാരണം 27. ഇനി പോയിന്റ് എഴുതി. ഇനി 1 1 0 എന്ന് പറയുന്നത് എന്തിന്റെ ബൈനറി ആയിരുന്നു? 6ന്റെ ബൈനറി ആയിരുന്നു. 0 0 0 0ന്റെ തന്നെ. അപ്പൊ ഇതാണ് നമ്മുടെ ഒക്ടൽ.